കമലഹാസൻ സാറിന്റെ കൂടെ നമ്മളൊരു ഷോ ചെയ്തു. അന്ന് കമൽ സാറ് ഇത് കണ്ടിട്ട്, അന്ന് കമൽ സാർ ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടാണ് റംസാന്റെ പെർഫോമൻസ് അന്ന് കാണുന്നത്. കണ്ടിട്ട് ഈ ആക്ച്വലി കെയിം, എന്നിട്ട് മാനേജറിനെ വിളിച്ച് നമ്പറും ഒക്കെ വാങ്ങിച്ചില്ലേ റംസാൻ അടിപൊളി ഡാൻസ് ഡൂയിങ്. ഇത് മാത്രമല്ല സിനിമയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. റൈഫിൾ ക്ലബിൽ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ അടുത്ത പടമല്ലേ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ ചാക്കോച്ച ഓടിച്ചിട്ട് ഇടിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? ചെറുതായിട്ട് അല്ല അത് വൈറലായില്ലേ ആ വീഡിയോ? എടപ്പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ എന്തായാലും അറിയായിരുന്നു എന്തെങ്കിലും ഒരു കണ്ടന്റ് പുറത്ത് പോകുമെന്ന്. അത് കൃത്യം എന്നെ റോട്ടിലിട്ട് ഓടിക്കുന്നത് പോകുന്ന അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാരുടെ അടുത്ത് വൈറലാക്കിയത്. വിശാഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിശാഖിന്റെ ആനന്ദം തൊട്ട് അന്നോട്ട് ഈ കുപ്പി എന്നുള്ള പേര് മാറ്റിയെടുക്കാൻ കുറെ സമയം എടുത്തല്ലേ വിശാഖ്? ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ആ കുപ്പിയിൽ നിന്നും ഒന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലേ ഒരുപാട് പടങ്ങൾക്ക് ഒരുപാട് ചെയ്തു. ഹൃദയത്തിന് വേണ്ടിട്ട് യുവ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലേ? അതുപോലെ ഞാൻ ചെയ്തിരിക്കുന്ന റോളുകളെല്ലാം ഭയങ്കര ഡെഫിനറ്റീവ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകളാണ് ചെയ്തിട്ടുള്ളത്. ഫുട്ടേജ് വാട്ട് എ ക്യാരക്ടർ. അത് എന്തൊരു എക്സ്പെരിമെന്റ് ആ സിനിമ. അതെ അതെ അതെ, മലയാളത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന സിനിമ ആൻഡ് ഐഡന്റിറ്റിയിലെ ക്യാരക്ടർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു IT ആണെങ്കിൽ നേരെ അങ്ങോട്ട് വിശാഖിലോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഫീസർ അത് മാറ്റി കിട്ടും. ഓഫീസറിൽ അഗൈൻ വിശാഖിന്റെ ഈ പറയുമ്പോ തന്നെ വിശാഖിന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തേടി വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പൊ കണ്ടുവരാത്ത സ്റ്റൈലുള്ള ആക്ടിങ് സ്റ്റൈൽ കൊടുക്കുന്നുണ്ട് വിശാഖ്. അപ്പൊ രണ്ടുപേരും വീടൊക്കെ വെച്ചായിരുന്നോ? സ്വന്തം വീടൊക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നാണോ ഉദ്ദേശിച്ചത്? കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു ആണോ? 3 വർഷമായി, വലിയ കുട്ടിയായപ്പോ. അറിഞ്ഞില്ല. പക്ഷെ റംസാൻ ഇപ്പോഴെങ്കിലും മാർക്കറ്റിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കും അല്ലേ റംസാൻ? ഇല്ലല്ലോ, ഒരുപാട് സാധനങ്ങൾ നിങ്ങളെ കാത്ത് നിലവറയിൽ. ഇത് കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ കൊണ്ടുപോകാനേ പറഞ്ഞുള്ളൂ. ആവശ്യമുള്ള സാധനങ്ങളാ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ചെറുതായിട്ട്. ആ കാർ എങ്ങനെ പുറത്തെടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുക. നമസ്കാരം. ഇന്നിവിടെ ഡാൻസ് കൊണ്ട് നിറയ്ക്കും നമ്മൾ. അതെ, വിശാഖ നല്ലൊരു ഡാൻസ് ചെയ്യുന്നത്. താങ്ക് യു. നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ. അത് സത്യം. ബാക്കി 3 പേരും ഡാൻസേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ്. നന്ദന, വെൽക്കം. താങ്ക് യു. അതുലിനെ നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഷോയിലല്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മിക്കേണ്ടി വരുമല്ലോ, തുടങ്ങിയാണല്ലോ നിങ്ങളുടെ ജീവിതം. അതുലേ, അന്ന് ആ ഡാൻസ് കണ്ടിട്ട്, കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ച ഡാൻസ് കണ്ടിട്ട് ഒരു പെൺകുട്ടി താങ്കളുമായി ബന്ധപ്പെട്ടു എന്ന് കേട്ടിരുന്നു. അതെ അതെ, ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഇല്ലേ? നമ്മള് ജാട കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ വീട് സ്ഥലമൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ സംസാരമായി. പിന്നെ ജനങ്ങളുടെ സംസാരം, വീട്ടുകാരുടെ സംസാരമായി, നാട്ടുകാരെ കൊണ്ട് പറയും. അതെ, അങ്ങനെ കല്യാണം കഴിച്ച് ഇപ്പൊ ഇവിടെ എത്തി. നന്ദനയ്ക്ക് അന്ന് ആ കോമഡി ഉത്സവത്തിൽ കണ്ട ഡാൻസിൽ എന്ത് കണ്ടിട്ടാണ് അതുലിന് മെസ്സേജ്? ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ. പക്ഷേ ഏതാണ്ട് ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് ഡാൻസുമായിട്ട് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അതെ അതെ അതെ, കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടിപൊളിയായിട്ട്. എങ്ങനെയാണ് ഡാൻസ് ഷോസ് ഒക്കെ നന്ദനയ്ക്ക്? ഞാൻ ആക്ച്വലി ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അന്ന് കൊറിയോഗ്രാഫർ ഇവനായിരുന്നു. കാണുന്ന പോലെ ഒന്നല്ല, ഒരു മയവും ഇല്ല പഠിപ്പിക്കണേല്. അങ്ങനെ വേണമല്ലോ. ഞാൻ ഒറ്റ റൗണ്ട് ഞാൻ പഠിപ്പിച്ചുള്ളൂ, അതോടെ ഞാൻ നിർത്തി. അത് നടക്കില്ല മനസ്സിലായി. അത് കാരണം എത്ര റൗണ്ടായി ഇപ്പൊ വീട്ടിൽ പഠിക്കുന്നത്. അതെ അതെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.